ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹീറ്റ് ആണ് ആൾക്കാര് സ്പ്രെഡ് ചെയ്യുന്നത്. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയറിലെടുത്തിട്ടുള്ള വെച്ചിട്ട് ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. കാണുമ്പോഴേ ഇതുണ്ടതാ. ഇതൊരു 100% LJP പടമായിരിക്കും. അതുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് ഇത് പൊലിമുരുകനും ലൂസിഫറും എന്ന് പ്രതീക്ഷിച്ച് കാണരുത്. ഇതൊരു LJP പടമായി കാണണം. ഇപ്പോ ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് തമാശരിക്കുള്ളൂ. അത് മറ്റൊരുത്തിന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന്? നമുക്കിട്ടെന്ന് വെച്ചല്ലേ പണി വരുന്നുണ്ടവർ. ലാലേട്ടൻ ഇൻട്രോ ഇയാൾക്ക് കല്യാണം കൂടാൻ പറ്റില്ല, അതിന് മുമ്പ് ഞാൻ ഇല കൊല്ലും. അസോസിയേറ്റ് ഡയറക്ടർ ടിനു പാപ്പച്ചൻ പുള്ളി ഇന്റർവ്യൂവിൽ എന്തായിരുന്നു പറഞ്ഞത്? പുറത്തിറങ്ങി നിൽക്കും. എന്തിനാണ് പുറത്തിറങ്ങി നിൽക്കുന്നത്? തിയേറ്റർ കുലുങ്ങും. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ടൊന്നും നോക്കിയേ. അങ്ങനെ കണ്ടാൽ ഓക്കെയാണ്. ഇവര് ഈ ടിനു പാപ്പച്ചൻ പറയും, ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ പടം കാണും, തിയേറ്ററിൽ ഫാൻസ് കത്തിക്കുന്നത് എനിക്ക് കാണുന്ന ടിനു പാപ്പ. എടാ മരത്തലയന്മാരെ, തലച്ചോറില്ലേ ഒരുവനും? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? ഫ്ലാഷ് ബാക്ക്. എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തു നിന്ന് കാണാന്ന് വിചാരിക്കും. പുറത്ത് നിൽക്കാന്ന് വെച്ചാൽ ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. സുഗുണം പോകരുത്. ഇവര് ഈ ടിനു പാപ്പച്ചൻ പറയും, ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ പടം കാണും, തിയേറ്ററിൽ ഫാൻസ് കത്തിക്കുന്നത് എനിക്ക് കാണുന്ന ടിനു പാപ്പച്ചൻ പറഞ്ഞു. ചിലപ്പം തീട്ടിട്ടുണ്ടാവും. അതല്ല ഉദ്ദേശം. ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. ആ രീതിയിലായിരിക്കും ലാൽ സാറിന്റെ ഇൻട്രോ. ചളമായെന്നാ തോന്നുന്നത്. എന്റെ കൺമുമ്പിൽ തിയേറ്റർ കുലുങ്ങുന്നു. തിയേറ്ററിനകത്തിരുന്ന് എനിക്ക് തോന്നിയത് തിയേറ്ററിനകത്ത് വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്, വലിയൊരു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ടിനു പാപ്പ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തുകയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി. എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക. ഇതിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. കണ്ടതെല്ലാം അപരാധം, ഇനി കാണപ്പോകരുത്. അവസാനമായിട്ട് ചോദിക്കേണ്, ആനക്ക് ഒഴിഞ്ഞു പോവാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ കൂടിയിരിക്കണ എച്ചീനെ ഒഴിപ്പിക്കാതെ നമ്മൾ ഇവിടെ ഒഴിഞ്ഞു പോണ പ്രശ്നം ഇല്ല എന്റെ ഉസ്താദ്.